മൂസ സാഹിബ്, മഹാനഗരത്തിൻ സ്പന്ദനം. ഒരു ദൗത്യനിർവഹണത്തിനെന്ന പോലെ ബംഗളൂരുവിലെത്തുകയായിരുന്നു മൂസ സാഹിബ് എന്ന് വേണം കരുതാൻ. സ്വപ്നേഭി ആരും നനച്ചിരിക്കില്ല അങ്ങനെയൊരു സാഹസത്തിന് ആരെങ്കിലും മുതിരുമെന്ന്. കേട്ടവർക്ക് വിശ്വസിക്കാനുമായില്ല. ഫാറൂഖ് കോളേജിൽ നിന്ന് തുടങ്ങി തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലൂടെ അധ്യാപനത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് പ്രൊഫസർ കെ മൂസ സാഹിബ് വ്യാപാര രംഗം തേടി ബംഗളൂരുവിലെത്തുന്നത്. 1980 തുടക്കത്തിലായിരുന്നു അത്. തന്റെ പ്രിയപ്പെട്ട അധ്യാപന ജോലി വിട്ട് വ്യവസായത്തിന്റെയും വ്യാപാരത്തിന്റെയും പുതിയൊരു മേഖലയിലേക്കായിരുന്നു കാലെടുത്തു വയ്ക്കുന്നത്. അതൊരു നിമിത്തമായിരുന്നിരിക്കാം. കാലം ചില കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ചിലരെ പ്രത്യേകം കണ്ടുവയ്ക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. നവോത്ഥാനത്തിന് നായകത്വം വഹിക്കുന്നത് പിന്നെ അവരായിരിക്കും. 4 പതിറ്റാണ്ട് കാലം പിന്തിരിഞ്ഞു നോക്കേണ്ടതില്ലാത്ത കുതിപ്പായിരുന്നു മുന്നോട്ടേക്ക്. ആദർശ പ്രസ്ഥാനത്തിന് ഗാർഡൻ സിറ്റിയിൽ വേരുറപ്പിക്കാനുള്ള മണ്ണൊരുക്കുകയായിരുന്നു അദ്ദേഹവും സഹപ്രവർത്തകരും. പ്രസ്ഥാന നേതൃത്വം തപസ്യയിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്നു. ഹിറ ഫൗണ്ടേഷൻ ട്രസ്റ്റിന് ത്യാഗോജ്വലമായൊരു ചരിത്രമുണ്ട്. അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ ചുറ്റുപാടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടുവേണം അതിനെ വിലയിരുത്താൻ. അന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ആൾബലമില്ലായിരുന്നു, സാമ്പത്തിക ശേഷിയില്ലായിരുന്നു. അക്കാലത്താണ് മനസ്സിൽ വലിയ സ്വപ്നവുമായി മൂസ സാഹിബ് നടക്കുന്നത്. 2000 ഒരു റമദാനിൽ 62 പേർ കൂടിയിരുന്നു. അവർ ആദർശവ്യാപനത്തിന്റെ വഴികൾ ആരാഞ്ഞു. അന്ന് കൂടെയുണ്ടായിരുന്നവരിൽ ആദരണീയനായ ആരിഫ് അലി സാഹിബ് വേദിയിലുണ്ട്. ആയിരങ്ങൾ അണിനിരക്കുന്ന റമദാൻ സംഗമത്തിന്റെ തുടക്കം മാത്രമായിരുന്നില്ല ആ ഒത്തുചേരൽ. സമാന ചിന്തയുള്ളവരെ ഒപ്പം കൂട്ടി ഹിറ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ രൂപീകരണത്തിലൂടെ സാധ്യമാക്കിയത് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സംരംഭങ്ങളായിരുന്നു. ഹിറ സെന്ററും മസ്ജിദ് റഹ്മയും അതിൽ ആദ്യത്തേതായിരുന്നു. ആഡംബരത്തിന്റെ അത്യുന്നതിയിലെത്തിയ നഗരത്തിന്റെ മറുപുറത്തെ ചേരികളിൽ ഞെരിഞ്ഞമരുന്ന മനുഷ്യജീവിതം അധികമാരും ഓർക്കാറില്ല. HWA എന്ന ചാരിറ്റി വിംഗ് രൂപവൽക്കരിച്ച് വ്യവസ്ഥാപിതമായി അവരുടെ പ്രശ്നങ്ങളിലേക്ക് പരിഹാരവുമായി കടന്നു ചെന്നു. സക്കാത്തും മറ്റ് ഐശ്ചിക ദാനധർമ്മങ്ങളും സ്വീകരിച്ച് അവരെ പുനരുദ്ധരിപ്പിക്കാൻ മുന്നോട്ടു വന്നു. കൂടുതൽ കരുത്താർജിച്ച് ഇന്നും അത് തുടരുന്നു. പ്രതിമാസ റേഷൻ, അവശ്യമരുന്നുകൾ, പഠനസഹായം, തൊഴിൽ കണ്ടെത്താൻ, തലചായ്ക്കാനൊരിടമൊരുക്കാൻ, അങ്ങനെ നീളുന്ന അനുകമ്പയുടെ ഇടങ്ങൾ എത്രയോ. ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് ബംഗളൂർ വലിയൊരു സ്പോട്ടായി മാറും. അന്ന് ഇവിടെയെത്തുന്ന ചെറുപ്പക്കാരെ സ്വാഗതം ചെയ്യുന്ന വിധത്തിലുള്ള പ്രാസ്ഥാനിക തയ്യാറെടുപ്പുകൾക്ക് തുടക്കം കുറിച്ചു. വ്യത്യസ്ത കമ്പനികളിലേക്കെത്തിയ ടെക്കികൾ, പല സ്വഭാവത്തിലുമുള്ള ബിസിനസ് സംരംഭങ്ങളിലേർപ്പെട്ട യുവാക്കൾ, അതെ, അവരാണ് ചാലകശക്തിയായി ഇപ്പോൾ രംഗത്തുള്ളത്. നാഗർഭാവിയിൽ സെന്റർ പണിയുക മാത്രമല്ല, NIC ഒരു ടൗൺഷിപ്പ് തന്നെ പണിതുയർത്തിക്കഴിഞ്ഞു. വൈറ്റ് ഫീൽഡിൽ എഡിഫിസ് 1 എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി. 7ാം നിലയുടെ കോൺക്രീറ്റ് പൂർത്തിയായതറിഞ്ഞ് അടുത്തവരെയും കൂട്ടി അവിടം സന്ദർശിക്കാനുള്ള മൂസ സാഹിബിന്റെ ആവേശം ഏറ്റവും മുകളിലത്തെ നിലവരെ നടന്നു കയറിക്കൊണ്ടായിരുന്നു. മരണത്തിന്റെ 4-5 നാളുകൾ മാത്രം മുന്നെയായിരുന്നു അതെന്ന് നമ്മൾ അറിയണം. എണ്ണമറ്റ മദ്രസകൾ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ, അതിനൊപ്പം സ്ത്രീകൾക്കുകൂടി പ്രവേശന സ്വാതന്ത്ര്യമുള്ള മസ്ജിദുകളും പണിതു. മാതൃഭാഷയിലും ആഗോള ഭാഷയിലും ഖുതുബകൾ മുഴങ്ങുന്ന മെമ്പറുകളാണ് അവയൊക്കെയും. സ്വയം ഒരു സമൂഹം നവീകരിക്കുകയും ദീനിന്റെ മാർഗത്തിൽ കരുത്താർജിക്കാനും സഹജീവികളെ കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്ന സംവിധാനം മുന്നിലുണ്ട്, ഏവർക്കും മാതൃകയായി. പകരാം തലമുറകളിലേക്ക് നമുക്കത്രയും. ഒരു വേർപാടിന്റെ 2ാം വാർഷികമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മൂസ സാഹിബില്ലാത്ത ബംഗളൂരുവിൽ പ്രസ്ഥാന പ്രവർത്തനത്തിന്റെ ഓരോ സന്നിഗ്ധ ഘട്ടങ്ങളിലും ഇപ്പോഴും വല്ലാതെ ആഗ്രഹിച്ചു പോകുന്ന സാന്നിധ്യമാണ് പ്രിയപ്പെട്ട മൂസ സാഹിബ്.